600 വർഷങ്ങൾക്ക് മുന്നേ ഉള്ളതായിട്ട് ചരിത്രം പറയുന്ന ഒരു ക്ഷേത്രം. പണ്ട് കാലത്ത് സന്യാസിമാര് തപസ്സ് അനുഷ്ഠിച്ചിരുന്ന മണ്ഡപങ്ങൾ ഉണ്ടതായിട്ട് വിശ്വസിക്കുന്ന ഒരു ക്ഷേത്രം. ഗംഗയെ ജടയിൽ നിന്ന് ഭൂമിയിലേക്ക് അഴിച്ചുവിടുന്ന ഗംഗാധരേശന്റെ രൂപമുള്ള ഒരു ക്ഷേത്രം. വെറും 21 വയസ്സ് മാത്രം പ്രായമുള്ള ദേവദത്തൻ എന്ന് പറയുന്ന ശില്പിയുടെ കൈകൾ വിരിഞ്ഞൊരു മായാവിസ്മയമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ശിവന്റെ ശില്പം എന്ന് പറയുന്നത്. ശരിക്കും നമ്മളിത് നേരിട്ട് കാണുമ്പോഴത്തേക്ക് നമ്മളെ കണ്ണുകളെ തന്നെ വിശ്വസിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടാവും. ശരിക്കും ഞാൻ ഇത് റീൽസിലും വീഡിയോസിലൊക്കെ കണ്ടിട്ടാണ് ഞാൻ ഇത് കാണാനായിട്ട് അവിടെ ചെന്നത്. അവിടെ ചെന്നപ്പോഴത്തേക്ക് ശരിക്കും എന്നെ വരവേറ്റതെന്ന് പറയുന്നത് ഒരു മായാ കാഴ്ചയായിരുന്നു കേട്ടോ. വെറും 21 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ശില്പി. പ്രായത്തിൽ കാര്യം എങ്കിൽ കൂടിയും നമുക്കിത് ശരിക്കും നമ്മുടെ കണ്ണുകളെ തന്നെ വിശ്വസിക്കാൻ പറ്റാത്ത അത്രയ്ക്കും മനോഹരമായിട്ടുള്ള തള്ളുന്നതല്ല, അത്രയ്ക്കും മനോഹരമായിട്ടുള്ള ഒരു വ്യൂ നമുക്ക് അവിടെ നിന്ന് കിട്ടും കേട്ടോ. ഒരു സായാഹ്നം ഒരു വൈകുന്നേരത്ത് നിങ്ങളൊന്ന് പോയി നോക്കണം. ആ ഒരു പുറകിൽ ആ ഒരു സൺസെറ്റും എല്ലാം കൂടിയൊക്കെ വരണ സമയത്ത് നമുക്ക് നമ്മൾ മറ്റെന്തോ ഒരു ലോകത്ത് നിൽക്കുന്ന ആ ഒരു 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 പ്രതീതിയാണ് നമുക്കവിടെ കിട്ടുന്നത് കേട്ടോ. ഈ ഒരു ശില്പം ഉണ്ടാക്കാനായിട്ട് ഏതാണ്ട് 6 വർഷത്തിലധികം സമയം എടുത്തു കേട്ടോ. അപ്പോൾ നമ്മളിത് വിചാരിക്കും 6 വർഷം എടുത്ത് ചെയ്യാനുള്ള വർക്ക് ഇതിലുണ്ടായിരുന്നു എന്ന് നമ്മൾ വിചാരിക്കും സ്വാഭാവികമായിട്ട്. പക്ഷെ നമ്മൾ അതിനടുത്ത് ചെന്നതിനെ ഡീപ്പായിട്ട് നോക്കുന്ന സമയത്താണ് നമുക്ക് അത്രയും എന്താണ് പറയുക, അത്രയും കെയർ ചെയ്ത് അത്രയും അതിനെ ഓരോ ചെറിയ ചെറിയ സാധനങ്ങൾ പോലും ഫോർ എക്സാമ്പിൾ ഒരു മാലയുടെ മുത്ത് പോലും നമുക്ക് അത്രയും പെർഫെക്ഷനായിട്ട് നമ്മളൊരു പടം ഒരു ചിത്രത്തിൽ കാണുന്നത് ഒരു ഫോട്ടോ എടുത്ത് വെച്ചിരിക്കുന്നത് പോലെ അത്രയ്ക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടാണ് ആ ഒരു സംഭവം ആ ഒരു ശില്പം അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. നമ്മൾ ശിവൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഉള്ളിൽ ശിവനെ പറ്റിയിട്ടുള്ള ഒരു രൂപം നമ്മുടെ ഉള്ളിൽ എല്ലാവരുടെ ഉള്ളിൽ ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു എൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ഒരു രൂപം തന്നെയാണ് ശരിക്കും എൻ്റെ ഉള്ളിലുണ്ടായിരുന്ന രൂപത്തിൻ്റെ നേർ കാഴ്ച തന്നെയാണ് എനിക്ക് ഇവിടെ വന്നപ്പോഴത്തേക്ക് കാണാനായിട്ട് സാധിച്ചത്. പക്ഷേ ഇവിടെ ശരിക്കും മലയാളികളേക്കാൾ കൂടുതൽ നോർത്ത് ഇന്ത്യൻസും അങ്ങനെയുള്ള ആളുകളൊക്കെയാണ് ഈ കൂടുതലായിട്ട് കാണാനായിട്ട് സാധിച്ചത്. മലയാളികൾ ഇല്ലായെന്ന് പറയുന്നില്ല, മലയാളികൾ ഉണ്ടായിരുന്നെങ്കിൽ കൂടിയും മലയാളികളേക്കാൾ കൂടുതലായിട്ട് അവിടെ ഉണ്ടായിരുന്ന നോർത്ത് ഇന്ത്യൻസ്. ഒരുപക്ഷെ ഞാൻ അവിടെ കണ്ട കാഴ്ചകളിൽ ഒരു അംശം പോലും എനിക്ക് ഈ വീഡിയോയിൽ പകർത്താനായിട്ട് സാധിച്ചില്ല എന്നുള്ള കാര്യം എനിക്ക് ഈ വീഡിയോ എഡിറ്റ് ചെയ്യാൻ നേരത്താണ് എനിക്ക് മനസ്സിലായത്. നമ്മൾ ശരിക്കും നമ്മുടെ കണ്ണുകൾ കൊണ്ട് നേരിട്ട് കാണുന്നത് ഒരിക്കലും നമുക്ക് ക്യാമറയിൽ ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത് 100% സത്യമാണെന്നുള്ള കാര്യം മനസ്സിലാക്കിയ ഒരു വീഡിയോ ആയിരുന്നു കേട്ടോ ഇത്. കാരണം എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടതിൻ്റെ ഒരു അംശം പോലും എനിക്ക് കൊണ്ടുവരാൻ സാധിച്ചില്ല എന്നുള്ള ഒരു നല്ലൊരു വിഷമം എനിക്കുണ്ടായിരുന്നു. നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് കയറാനായിട്ട് ക്ഷേത്രത്തിന് വലത് സൈഡിൽ തന്നെ ചെറിയൊരു ഗ്രില്ല് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുവഴിയാണ് അകത്തോട്ട് കയറി നമുക്ക് ഈ ശില്പത്തിനെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ ശില്പത്തിനെ കാണാൻ വേണ്ടിയിട്ട് ഇപ്പം നമുക്ക് പൈസയുടെ ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ഇവിടെ ഫ്രീ ആണ്. ഫ്രീ ആയിട്ട് നമുക്ക് കയറി കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അവിടെ ഒരു ടിക്കറ്റ് കൗണ്ടർ പോലെ എന്തൊക്കെ സംഭവം ചെയ്യുന്നുണ്ട്. പണികൾ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഒരുപക്ഷെ ഭാവിയിൽ അത് കാശ് കൊടുത്ത് അതിനകത്ത് കയറുന്ന ടിക്കറ്റ് ചാർജ് എന്തെങ്കിലും ചെറിയ എമൗണ്ട് എന്തെങ്കിലും വാങ്ങിയിട്ട് അതിനകത്ത് കയറുന്ന രീതിയിൽ അവർ ചെയ്യുമായിരിക്കും. എനിക്കറിയില്ല. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. അവിടുത്തെ ഇത് കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത്. നമ്മൾ ഇതിൻ്റെ തൊട്ട് താഴെയായിട്ട് തന്നെ മറ്റൊരു സംഭവം കൂടിയുണ്ട് കേട്ടോ. അതിനകത്ത് നമുക്ക് ക്യാമറയും കാര്യങ്ങളൊന്നും കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അതിനകത്ത് കയറിയില്ല. നല്ല തിരക്കും കൂടെ ഉണ്ടായതുകൊണ്ട് കയറാനായിട്ട് സാധിച്ചില്ല. ആ സംഭവം ഇതും കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അതൊരു കേവാണ്. ഇതിനുള്ളിൽ കയറാനും ഇവിടുത്തെ കാഴ്ചകളെല്ലാം കാണാനായിട്ട് 200 രൂപ കൊടുക്കണം കേട്ടോ. നമ്മൾ ഇതിനുള്ളിലോട്ട് 3 നിലകളിലായിട്ട് ഇതിൻ്റെ ഉള്ളിൽ താഴോട്ട് തന്നെ നമ്മളിപ്പോൾ കണ്ട ശിവൻ്റെ ശില്പത്തിന് താഴോട്ട് ഒരു 3 നിലകളിലായിട്ടാണ് അതിനകത്ത് കാഴ്ചകളെല്ലാം ഒരുക്കിയിരിക്കുന്നത്. 200 രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. അതിനുള്ളിൽ നമുക്ക് ഫോൺ പോലുള്ള കൊണ്ടുപോകാനോ വീഡിയോകൾ പകർത്താനോ എന്നുള്ള സൗകര്യം അതിനകത്തില്ല. അപ്പോൾ നിങ്ങളുടെ തിരക്കുകളൊക്കെ ഒഴിയുന്ന സമയത്ത് ഒരു ദിവസം നിങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങാനായിട്ട് ശ്രമിക്കുക കേട്ടോ.